എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരു ഹോമിയോ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഹോമിയോയിലേക്ക് വന്ന ആ ഒരു റീസൺ എന്താണ്? എന്തിനാണ് ഒരു ഹോമിയോ ഡോക്ടർ ആവാൻ തീരുമാനിച്ചത് ഫസ്റ്റ് ഓഫ് ഓൾ? എന്തായാലും ഈ ഒരു പുതിയ യൂട്യൂബ് ചാനൽ അല്ലേ, ഓക്കെ, അതിനുള്ള എല്ലാ ആശംസകളും നേരെയാണ്. വളർന്ന് പന്തലിക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം തോട്ട് എക്സ്പെരിമെന്റ്സ്, യെസ്, അത് വളരെയധികം അത്യാവശ്യം വേണ്ട സാധനമാണ്. ഇപ്പോൾ ഈ ഹോമിയോപ്പതിയെ കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ പോയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ തോട്ട് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നൊരു സംഗതി. അതായത് ഇപ്പം നമ്മളിത് പഠിക്കാൻ വേണ്ടി വന്നത് ഹോമിയോപ്പതിയുടെ മേന്മ മനസ്സിലാക്കിയിട്ടൊന്നുമല്ല, അതെന്താണെന്ന് അറിയുക പോലുമില്ല. നമ്മൾ ഇങ്ങനെ എൻട്രൻസ് എഴുതുന്നു, +2 കഴിയുമ്പോൾ എല്ലാവരും ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നടക്കുന്നു. നമ്മളും അങ്ങനെ ഒരു ആഗ്രഹമുള്ള ഒരാൾ, അത് കഴിഞ്ഞ് നേരെ അതിലേക്ക് വരുന്നു, അങ്ങനെ ചെന്നുപെട്ട് കഴിയുമ്പോഴാണ് ഇതിനകത്ത് പഠിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതെന്താണ് അങ്ങനെ എന്ന് അന്വേഷിച്ച് മുന്നോട്ട്. സോ അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നില്ല, ഇഷ്ടപ്പെട്ട് അതിലേക്ക് പോയതോ അങ്ങനെയൊന്നും ആയിരുന്നില്ല അല്ലേ? ഹോമിയോപ്പതി എടുക്കാൻ കാരണം അത് നമ്മളെ മുന്നിൽ ഒരു ലെജിറ്റിമേറ്റ് ഓപ്ഷൻ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നുണ്ട്. അത് അങ്ങനെ അത് ശരിയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്ക് വെച്ച് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് എടുത്തത്. പക്ഷെ അത് ഒഴിവാക്കിയത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. കാരണം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇത് ശരിയല്ല, ഇത് ഒരു അസുഖം മാറ്റുന്നില്ല എന്നുള്ളതിനേക്കാൾ ഉപരി ഇതൊരു പബ്ലിക് മണി വേസ്റ്റേജ് ആണ്. അതുപോലെ കുട്ടികളുടെ ഭാവി, ഇത് ഈ ഹോമിയോ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടൊക്കെ പോകാന്നൊക്കെ പറയുന്നത് അവരുടെ ഭാവി പോലും നശിപ്പിക്കുന്ന ഒരു സാധനമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് നമ്മളത് പറയുന്നത്. ഇപ്പം ഡെഫിനറ്റ്ലി ഒരു മുസ്ലിം ആയിരുന്നു, അപ്പം ആ ഒരു വിശ്വാസമൊക്കെ ഈ ഒരു ഡിസിഷനിലേക്ക് എത്താൻ ഏതെങ്കിലും വിധേന സ്വാധീനിച്ചിട്ടുണ്ടോ? നേരെ തിരിച്ചാണ്. അതായത് ഹോമിയോപ്പതി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അതിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചറിവാണ് മതത്തെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് വഴി വെച്ചത്. അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ഹോമിയോപ്പതിയുടെ അകത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ വിമർശിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ ഡിബേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ നിസ്കാരത്തിന് സമയവും അല്ലെങ്കിൽ നോമ്പിന്റെ സമയമൊക്കെ ആകുമ്പോൾ ഞാൻ പറയും ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ നോമ്പ് തുറന്നിട്ട് വരാം, നിസ്കരിച്ചിട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പൊ ഇവരെന്നോട് ചോദിക്കും ഇതെന്ത് യുക്തിവാദിയാണ്, അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് ചോദിക്കും ഇതെന്ത് യുക്തിവാദിയാണ്, നിസ്കരിക്കുന്ന ഹോമിയോ വിരുദ്ധനം, നോമ്പെടുക്കുന്ന ഹോമിയോ വിരുദ്ധനം എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാനും അപ്പോൾ അത് ആലോചിക്കാൻ തുടങ്ങി കുറെ കഴിഞ്ഞപ്പോൾ, ശരിയാണല്ലോ, ഇതെന്തോ കുഴപ്പമുണ്ടല്ലോ. അങ്ങനെയാണ് നമ്മൾ ഈ ഹോമിയോപ്പതിയെ പഠിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി, അതിലെ തെളിവുകൾക്ക് വേണ്ടിയിട്ടൊക്കെ എടുക്കുന്ന ആ ഒരു ചിന്ത പദ്ധതി അല്ലെങ്കിൽ ആ ഒരു തോട്ട് എക്സ്പെരിമെന്റ് അത് നമ്മൾ മതത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് നമ്മൾ മതത്തിന് അവിടെ അതിലേക്ക് എത്തിക്കുന്നത്, അതിന് പുറത്തേക്ക് വരുന്ന രീതിയിൽ. ഓക്കെ, സോ ഈ ഒരു ഹോമിയോ പഠിച്ചു തുടങ്ങിയ ഒരു സമയത്ത് പഠിക്കുന്ന കാലഘട്ടത്തിലേ തോന്നി തുടങ്ങിയിട്ടുണ്ടോ ഇത് കുറച്ച് അൺസയന്റിഫിക് ആണെന്നുള്ളത്? അല്ല, അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമയത്താണോ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നത്? അല്ല, പഠിക്കുന്ന സമയത്ത് തന്നെ. കാരണം ഞാൻ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴാണ് ഒരു എൻഡ് ഓഫ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് വന്നത്. അത് ലാൻസെറ്റിൽ വന്ന ഒരു സാധനമാണ്. അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിലൊക്കെ ആരും മരിച്ച പോലെയായിരുന്നു കോളേജിൽ. അതെ, എല്ലാവരും ഭയങ്കര ആരുമില്ല, നമുക്ക് വേണ്ടി ഇനി നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര വിഷമത്തിൽ. അങ്ങനെ വലിയ ഡോക്ടർമാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും, അത് അന്ന് കോളേജ് യൂണിയന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മളായിരുന്നു ആ പ്രോഗ്രാമൊക്കെ സംഘടിപ്പിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള സംഗതി. അപ്പോൾ അന്ന് മുതൽ, അതായത് സെക്കൻഡ് ഇയർ മുതൽ ഈ ചർച്ച സജീവമാവുന്നതും ഈ ഹോമിയോപ്പതിയുടെ അശാസ്ത്രീയത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ വലിയ തോതിൽ ചർച്ചയാവുന്നതും അതിനകത്ത് ഇവർ തരുന്ന മറുപടികൾ നമുക്ക് ബോധ്യപ്പെടാതെ ഇരിക്കുന്നതും ഒക്കെ നമുക്ക് കൂടുതൽ എവിഡന്റ് ആവാൻ തുടങ്ങിയത് ആ ഒരു സെക്കൻഡ് ഇയർ മുതലാണ്. ഏത് വർഷമായിരിക്കും ഇത്? 2005 ആഫ്റ്റർ ഓൾ ദിസ് ഇയേഴ്സ് ഇപ്പോഴും ഹോമിയോ വലിയ കേടുപാടൊന്നും കൂടാതെ പോകുന്നുണ്ട്? കേടുപാട് കൂടാതെ പോകുന്നു ഞാൻ പറയില്ല. കാരണം ഇപ്പൊ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ചില കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടാനൊക്കെ വലിയ ഇടിയൊക്കെ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. ആ കോളേജിൽ കുട്ടികളെ പഠിക്കാൻ കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുട്ടികൾ, നമ്മുടെ ലക്ഷ്യം ഇതാണ്, രോഗികൾ മരുന്ന് കഴിക്കാതെ ആകുന്നതല്ല, അത് സെക്കൻഡറി ആണ്. പ്രധാനമായിട്ടും ഇത് കുട്ടികൾ ഇതൊരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ്, ഇങ്ങനെ ഡോക്ടർ ആവാനുള്ള സാധനമാണ്, ഒരു ഒറിജിനൽ സാധനമാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ ഇത് പഠിക്കാൻ പറ്റരുത് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് വ്യാപകമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ.